ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോലെ ഒരു അടിപൊളി ബീഫ് ചില്ലിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാവരും കണ്ടു നോക്കൂ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടാലേ കഴിക്കൂ, ട്രൈ ചെയ്യൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ചില്ലിയാണ്. ഇതിനാവശ്യമായത് വലിയ പീസ് ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇനി കുക്കറിലിട്ട് വേവിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായി വേവണ്ട, ഒരു 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി ഫ്രൈ ചെയ്യുമ്പോൾ വെന്ത് കിട്ടും. ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ ബീഫ് കഷ്ണം കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 1/4 ഭാഗം വെന്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുക്കറിൽ വേവിക്കാം. ഒരു 3-4 വിസിൽ വന്നാൽ മതി. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം വെന്തിട്ടുണ്ട്. വേവിച്ച ബീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: കോൺഫ്ലോർ, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസ്, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പച്ചമുളക് എന്നിവ അരച്ചത്. ഇവയൊക്കെയാണ് മസാലയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരിയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീഫിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. മസാല നന്നായി പിടിച്ച് കിട്ടാനാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫിലേക്കെല്ലാം മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിലെ മസാലയൊക്കെ എണ്ണയിലേക്ക് ആകും. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം.
കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പം നമ്മുടെ ബീഫ് ചില്ലി കഴിച്ചു നോക്കിയാലോ? സൂപ്പർ ആയിക്കണ്. എല്ലാരും